ഗൈസ് അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോകുന്നതിന് മുന്നേ രുക്കു ബേബിയുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. ഗൈസ്, രുക്കു ബേബി നീ വരൂ, നീ സ്ക്രീനിലേക്ക് വരൂ. അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. എന്തുവാ, ഞാൻ ഇൻട്രോ എടുക്കുമായിരുന്നു. എന്താണ് അപ്പൊ മാഗി ഇല്ല ഗൈസ്. രുക്കു ബേബി ലവ് മാഗി. പക്ഷെ മാഗി കഴിക്കാനായിട്ട് നോക്കിയപ്പോ മാഗി ഇല്ല. ഇനി രുക്കു ബേബി എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം. പറയൂ. ഇഷ്ടപ്പെട്ടില്ല. എന്തോന്ന്? എനിക്ക് വേണം മാഗി. രുക്കു ബേബി ലവ്സ് മാഗി. പക്ഷെ ഇന്ന് നമ്മുടെ ഇവിടെ മാഗി ഇല്ല, ഇപ്പിയാണുള്ളത്. അപ്പൊ രുക്കു ബേബി എന്ത് ചെയ്യും? എന്തെടുത്തിട്ട് വരട്ടെ എന്നാ? ചൈന ചട്ടി എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഇന്ന് എന്റെ ചേച്ചി എനിക്ക് വേണ്ടി ഇപ്പി കുക്ക് ചെയ്ത് തരികയാണ് ഗൈസ്. രുക്കു ബേബി ശംഖുവിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. കുറെ ഗൈസ്, ഇനി ഞാൻ ഗൈസ് പറയത്തില്ല. സോ ടുഡേ രുക്കു ബേബി അതിനകത്ത് ഒരു ചോക്ലേറ്റ്, നമ്മുടെ കാഡ്ബറീസിന്റെ ചോക്ലേറ്റ് ഇതിന്റെ കിടപ്പുണ്ടായിരുന്നു. അത് പുറത്തെടുത്ത് ഇപ്പൊ അമ്മ വന്നിട്ട് കിട്ടും. ശംഖു ലവ്സ് ഡയറി മിൽക്ക്. ഞാൻ പോയി ക്ലീൻ ചെയ്തിട്ട് വരാം ഗൈസ്. ഇല്ലെങ്കിൽ ശംഖുവിനും വഴക്ക് കിട്ടും, എനിക്കും വഴക്ക് കിട്ടും. ശംഖു എന്നെ പാമ്പർ ചെയ്യുന്നത് രുക്കു ബേബിക്ക് ഇഷ്ടമല്ല. ബിക്കോസ് രുക്കു ബേബി രുക്കു ബേബി എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് അറിയാമോ? എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം ഗൈസ്. കുക്കിംഗ് പ്രോ ആണ് രുക്കു ബേബി എന്ന് പറയുന്നത്. രുക്കു ബേബിയുടെ എസ്പെഷ്യലി ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് രുക്കു ബേബിയുടെ ദോശയാണ് ഗൈസ്. അതും അതെ, എനിക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഉണ്ടാക്കി തരുന്ന ഹൃദയം ദോശ. ഇല്ല, മണ്ണെണ്ണ. ഇവിടെ നമ്മൾ ഇപ്പി പ്രിപ്പറേഷനിലാണ്. ആക്ച്വലി ഇത് ഞാൻ പോർട്രേറ്റ് മോഡിൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. രുക്കു ഇത്രയും വെള്ളോ ഈ ചട്ടിയിലാണോ നീ ചെയ്യുന്നത്? ഇതിലല്ല. സോറി ഗൈസ്, ഞാൻ ഇപ്പൊ വരാം ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ശംഖുവിനെ കാണിച്ചു തരാം. ശംഖുച്ചു എവിടെ? ശംഖുച്ചു എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നയാ? എന്തോ കാണിച്ചിരിക്കുന്ന നീ ക്യൂട്ടി? അയ്യോ ഫോക്കസ് ആവുന്നില്ല. അയ്യോ ഉണ്ട കണ്ണും വെച്ചിരിക്കുകയാണ്. നിനക്കല്ല, എനിക്കാണ് കുക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ബേബി, ഓക്കെ മൈ ശംഖു ബേബി. കൈ തരൂലേ? തരത്തില്ലേ? വീണ്ടും ബാക്ക് ടു രുക്കു ബേബിയുടെ റെസിപ്പി. നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഇപ്പി ഉണ്ടാക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, വ്യത്യസ്തമായിട്ടാണ് ഇപ്പി കുക്ക് ചെയ്യുന്നത് അല്ലേ ബേബി? ബേബി ഈ ഇപ്പി റെസിപ്പി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ? ക്യാൻ യു പ്ലീസ് ഷെയർ ദ റെസിപ്പി? അതോ ടോപ്പ് സീക്രട്ട് ആണോ? ഇത് എന്റെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള സാധനം. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മളൊക്കെ സാമ്പാർ വെക്കുന്നതും അവിയൽ വയ്ക്കുന്നതും വെറൈറ്റി ഡിഷസ്. അതെ, നമ്മൾ കണ്ടു വേണം പഠിക്കാൻ. നമുക്ക് കണ്ടുപിടിക്കാം. ഇത് എന്തിനാണ് ഇങ്ങനെ പൊടിച്ചിടുന്നത്? ഫ്രീ കാണുന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് താങ്കൾ പൊടിക്കുന്നത്? ബിക്കോസ് എനിക്ക് പൊടിയാണ് ഇഷ്ടം. രണ്ട് വലിയ ഇപ്പി ഇത്രയും ചെറിയ ചൈന ചട്ടിയിൽ ചെയ്യുന്ന ഇവൾക്ക് കൊടുക്കണം മാസ്റ്റർ ഷെഫ് ഇന്ത്യയുടെ അവാർഡ്. തീർച്ചയായിട്ടും രുക്കു ബേബിയുടെ കുക്കിംഗ് സ്കിൽസ് പൊട്ടുന്നില്ല. കടുകല്ലല്ലോ ഇട്ടത് പൊട്ടാൻ. നിങ്ങൾ നോക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൂടെ ഞാൻ യൂസ് ചെയ്യാം. അങ്ങനെയല്ല, ഇപ്പൊ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഹാൻഡാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആലോചിച്ച പോലും ഇല്ല. ഇനി ആലോചിക്കുന്നതല്ല. ഞാൻ ചിലപ്പോൾ ആൾക്കാരെ ഇതിപ്പോ കാണുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും ഇതെന്തുവാന്നുള്ളത്. നോക്കട്ടെ, മുഖം ഒന്ന് കാണിക്കൂ. ഷെഫ് ഗൈസ്, ആദ്യമായിട്ടാണ് ഞാൻ ഈ മൈ ഡെസിഗ്നേഷനിലുള്ള, എനിക്ക് വൃത്തികെട്ട ഷർട്ട് ഇഷ്ടമല്ല. ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച കുറച്ച് ക്വാളിറ്റി ആണെന്ന്. പക്ഷെ ലോക്കൽ സാധനമായിരുന്നു. നിനക്ക് ചേരുന്നുണ്ട്. വെള്ളം നമുക്ക് ഒഴിക്കാം, കാരണം അത് ഇതാവട്ടെ. അല്ല, ഇനി ഇതിന്ന് കളയും, മനസ്സിലായോ? കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാലേ പ്ലീസ്. അങ്ങനെ എൻ്റെ രുക്കു ബേബി ഉണ്ടാക്കി തന്ന ഇപ്പി ഞാൻ കഴിച്ചു. നല്ലൊരു ഇപ്പിയാണ് ഉണ്ടാക്കി തന്നത്. സോ ഞാൻ കാണിച്ചു തരാം പ്ലേറ്റ്. ഞാനങ്ങനെ ഫുൾ ബിരിയാണി അല്ലല്ലോ, ഇപ്പി കഴിച്ചു. സോ താങ്ക് യു സോ മച്ച് രുക്കു ബേബി ഫോർ ദിസ് നല്ല ബിരിയാണി. വൈ ആം ഐ ടെല്ലിങ് ഇറ്റ് ഈസ് എ ബിരിയാണി എന്ന്? അല്ല, ഇപ്പി നിങ്ങൾ വിചാരിക്കും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനെന്ന്. പക്ഷേ ഇല്ല, രുക്കു ബേബി ഉണ്ടാക്കിയതുകൊണ്ട് അത് നല്ല പാടാണ്.
അതിൻ്റെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല അടിപൊളിയാണ്.